ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷകരമായ ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത്. അത് മോഹൻലാൽ ഫാൻസിന് സന്തോഷമാകും, പൃഥ്വിരാജിൻ്റെ ഫാൻസിന് സന്തോഷമാകും, നല്ല സിനിമകളെ സ്നേഹിക്കുന്ന സന്തോഷമാകും. പക്ഷേ മമ്മൂട്ടി ഫാൻസിന് മാത്രം സന്തോഷം ഉണ്ടാകാൻ വഴിയില്ല. അത് മമ്മൂട്ടിയുടെ കുറ്റം കൊണ്ടൊന്നല്ല, മമ്മൂട്ടി വേണ്ടാന്ന് വെച്ചിട്ടാണ്. ആ കാര്യത്തിൽ മമ്മൂട്ടി പേടിത്തൊണ്ടനാണ്. ഏത് കാര്യത്തിൽ? ഈ സംവിധായകൻ്റെ കാര്യത്തിലേ. വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനൊരു ആഗ്രഹം തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന് പേടി. ഇപ്പം എന്തായി? പിള്ളേർ വന്നിട്ടല്ല സെഞ്ചുറി അടിച്ച് പോവുക. അപ്പോൾ ഇവിടെയാണ് ശരിക്ക് മമ്മൂട്ടിയും മോഹൻലാലിനും കഴിയാത്തൊരു കാര്യം പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ മമ്മൂട്ടിയെ മാറ്റി നിർത്തുന്നു. കാരണം മമ്മൂട്ടി സംവിധാനം ചെയ്തിട്ടില്ലല്ലോ. കുറേ നല്ല സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഡബിൾ സെഞ്ചുറിയാണ് പൃഥ്വിരാജ് നേടിയിരിക്കുന്നത്. കാരണം ഈ മുമ്പൊക്കെ നമ്മളെന്താ പറയാറുണ്ട്, ലോക റെക്കോർഡ് നേടി അഭിനയിച്ച ജോഡികൾ മലയാളത്തിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പ്രേം നസീർ, ഷീല, ഇവിടെ കാര്യം ഇപ്പോൾ പറയും. ഇത്രയും സിനിമകളിൽ, അതായത് 100-ൽ താഴെ സിനിമകളിൽ നായികന്മാരായിട്ട് അഭിനയിക്കുന്നതും അത് വൻ വിജയമായി മാറ്റി തീർത്തു എന്നുള്ളതാണത്. അത് എന്ത് കണക്കെടുത്താലും ലോകത്തിൽ ഇന്നേ വരെ ഒരു നായകനോ നടിക്കോ ഇത്രയും സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണത്. ആ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ തന്നെ വല്ലപ്പോഴും ഒന്നല്ല, അത് തുടർച്ചയായിട്ടാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ഒരാൾക്കും ആ റെക്കോർഡ് ഭേദിക്കാനും പറ്റിയിട്ടില്ല. അങ്ങനൊരു പുഷ്കരകാലം പല രീതിയിലും മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം എന്ത് പറഞ്ഞാലും സത്യനെ പോലെ ഒരു നല്ല നടൻ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സിംഹാസനത്തിൽ പലരും ഇപ്പോൾ കയറിയിരുന്നു എന്നും തെളിവ് സഹിതം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ആ സത്യൻ്റെ വിടവ് തന്നെയാണ്. സത്യൻ്റെ ആ അർപ്പണബോധം, അഭിനയത്തോടുള്ള താല്പര്യം, കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരു മത്സര ബുദ്ധി, ഇതൊക്കെ മറ്റു പലർക്കും ഉണ്ടെങ്കിലും സത്യനോളം വരില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സത്യൻ്റെ കാലം കഴിഞ്ഞു, സുകുമാരൻ വന്നു, സോമൻ വന്നു, അങ്ങനെ കുറേ പ്രശസ്തർ വന്നു കഴിഞ്ഞു. ഇവരൊക്കെ മോശം നടന്മാരായിരുന്നില്ല. പക്ഷെ അന്ന് അഭിനയിച്ചവരൊക്കെ കുറേ ചിന്തയിൽ അഭിനയിക്കുക, മാക്സിമം സിനിമകളിൽ അഭിനയിക്കുക, മാക്സിമം സിനിമകളിൽ അഭിനയിച്ച് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അവിടെ ചിലർക്ക് സംവിധാനം ചെയ്യണമെന്ന് മോഹമുണ്ടായാലും അത് ചെയ്യായിരുന്നില്ല. ഇപ്പോൾ ക്യാമറമാരുണ്ട്, മിടുമിടുക്കന്മാരായ ക്യാമറമാരുണ്ട്. അവർക്ക് സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ടുണ്ടെങ്കിലും അവരന്നത് ചെയ്തിരുന്നില്ല. കാരണം ഇന്ന് ഇല്ലാത്തൊരു കുനിഷ്ട് അന്നുണ്ടായിരുന്നു. കാരണം ഒരാൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ചെയ്താൽ മതി. വേറെ ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ വേറെ മാറ്റം ഉണ്ടാകാതിരുന്നത്. എന്നാൽ ഒരേ ഒരു സിനിമ അഭിനയിച്ച് ആസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി വന്ന നടനാണ് പൃഥ്വിരാജ് എന്ന് ആലോചിക്കണം, ഇല്ലേ? രഞ്ജിത്തിൻ്റെ നന്ദനം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സാധാരണ അഭിനയമല്ല അതിൽ. നമുക്ക് തോന്നും ഒരു പുതുമുഖമാണതിൽ പൃഥ്വിരാജ്. ആ പുതുമുഖത്തിൻ്റെ അഭിനയമല്ല അയാൾ കാഴ്ചവെച്ചത്. വലിയ വിപ്ലവം, അഭിനയത്തിൽ വലിയ വിപ്ലവമൊന്നും കാണിച്ചിട്ടില്ല എന്ന് പലരും പറയുമ്പോഴും ആ ഒരു കഥാപാത്രത്തിന് അനുസരിച്ചുള്ള അഭിനയം ഒരു പുതുമുഖത്തിൻ്റെ മീതെ നിന്ന് അഭിനയിക്കാൻ പൃഥ്വിരാജ് കഴിഞ്ഞു. അപ്പം അന്ന് പലരും ചോദിച്ചു, ഇനി അടുത്ത പരിപാടി എന്താ? എൻ്റെ പരിപാടി ഈ സിനിമ കഴിയെ പോവുക, ഞാനിനി സിനിമയിലേക്കില്ല. അന്ന് പലരും വിചാരിച്ചു ഈ ചെറുക്കൻ പറഞ്ഞത് സത്യമായിരിക്കും. ഇനി പറയാൻ പറ്റില്ല, സുകുമാരൻ്റെ മകനാണ്, സുകുമാരൻ മിടുക്കനായിരുന്നു. ഈ പടം രക്ഷപ്പെട്ടാൽ ചിലപ്പോൾ അവൻ ഇവിടെ തന്നെ നിൽക്കും. പക്ഷേ ഈ പടത്തിനെക്കുറിച്ച് അന്ന് ഒരു മുൻവിധിയും മുമ്പുണ്ടായിരുന്നില്ല. ആ സിനിമ വലിയ കുഴപ്പമില്ലാതെ പോയി. ആ സിനിമയെക്കുറിച്ച്, അതിൻ്റെ കഥയെക്കുറിച്ച് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു കുടുംബസമേതം ഇരുന്ന് കാണാൻ കൊള്ളാവുന്ന സിനിമ തന്നെയാണ് എന്നാലോചിക്കണം. അവിടെ ഭക്തിയുണ്ടോ, ദൈവമുണ്ടോ എന്നുള്ള പ്രശ്നമല്ല. അതിൻ്റെ അവതരിപ്പിച്ച രീതി അത് മനോഹരമായി രഞ്ജിത്തെടുത്തു എന്നുള്ളതാണ് ആ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അവിടെ ഇവരായാലും പൃഥ്വിരാജായാലും കവിയർ പൊന്നമ്മയായാലും അഭിനയിക്കുമായിരുന്നില്ല എന്നാലോചിക്കണം. ഒരു മുത്തശ്ശി, അതൊക്കെ ആ കവിയർ പിന്നെ തോന്നുക.
അപ്പോൾ അതുമായി രേവതി ഇതിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. അമ്മയായിട്ട് അന്ന് രേവതി അഭിനയിച്ചെങ്കിലും പലരും വെച്ച് എന്തിനാണ് ഇത്രയും പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച് പേരുദോഷം ഉണ്ടാക്കിയത് വെച്ചാൽ, അപ്പോൾ അന്ന് രേവതി പറഞ്ഞത് ഞാൻ ഇനി അങ്ങനെ അഭിനയിക്കില്ല, ഇത് ആ കഥാപാത്രത്തിന് യോജിച്ച ഒരു സിനിമയായതുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞുള്ള ആലോചിക്കണം. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പം നവ്യ നായർ അന്ന് കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണത്. ആ സിനിമയിൽ ഒരു വേലക്കാരിയായിട്ട്, ശ്രീകൃഷ്ണ ഭക്തയായി, പൃഥ്വിരാജിൻ്റെ ജോഡിയായിട്ട് അഭിനയിച്ചതാണ്. മൊത്തത്തിൽ എല്ലാവർക്കും ആ സിനിമ ഇഷ്ടമായി. പക്ഷേ ആ പൃഥ്വിരാജ് ആ ഒരു പടം വിജയമായപ്പോൾ പൃഥ്വിരാജിന് ആസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ മലയാളത്തിൽ നിന്നു കുറേ നല്ല സിനിമകളിൽ അഭിനയിച്ചു, സംസ്ഥാന അവാർഡ് നേടി, തമിഴ്, തെലുങ്ക്, ഹിന്ദി അടക്കമുള്ള സിനിമകളെല്ലാം വിജയക്കൊടി പാറിച്ചു. അപ്പോൾ തോന്നി എന്താ സുകുമാരന് മോഹമുണ്ടായിരുന്നു സംവിധാനം. അത് നടന്നില്ലെങ്കിലും പൃഥ്വിരാജ് തൻ്റെ അച്ഛൻ്റെ മോഹം സാധിച്ചുകൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്തു എന്നാലോചിക്കണം. ആ സിനിമ സംവിധാനം ചെയ്തപ്പോൾ മോഹൻലാലാണ് നായകനായിരുന്നെങ്കിലും പലരും പറഞ്ഞു, വേണ്ട പൃഥ്വിരാജ്, ആവശ്യമില്ലാത്ത കളിക്കൊന്നും പോകല്ലേ, ഇത് നിന്നെപ്പോലൊരു നടന് യോജിച്ചതല്ല, നീ ഇപ്പോൾ നല്ല കരിയർ നല്ല രസകരമായിട്ട് പോകുന്നതാണ്, ഈ സിനിമയെങ്കിലും പരാജയപ്പെട്ട നിൻ്റെ കാര്യം പോക്കാണ്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് പേടിപ്പിച്ചത്. അവിടെയൊന്നും പൃഥ്വിരാജ് കുലുങ്ങില്ല. അതാണ് ലൂസിഫർ ആലോചിക്കണം. ആ ലൂസിഫർ കണ്ട് നിങ്ങൾക്ക് ആ സിനിമയുടെ കലയും കച്ചവടവും നിങ്ങൾ എന്തു വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷേ ആ സിനിമ ഒരു 100 കോടിയിൽ കവിഞ്ഞ് വളർന്നില്ലേ. അപ്പോൾ ഒരു പുതുമുഖ സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ എന്നാലോചിക്കണം. പുതുമുഖ സംവിധായകനായ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമ 100 കോടി കവിഞ്ഞ സിനിമ വളരെ പെട്ടെന്നായിരുന്നു ആലോചിക്കണം. അതിനപ്പുറം തന്നെ രണ്ടാം ഭാഗം കുറിച്ചിട്ടു. ആ രണ്ടാം ഭാഗത്തിൻ്റെ ഷൂട്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. അപ്പോൾ ആ എമ്പുരാൻ അത് നടന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അതും വലിയ പ്രതീക്ഷയുള്ള പടമാണത്. അത് കഴിഞ്ഞു വേറെ രസകരമായ കാര്യം വെച്ചാൽ ഇപ്പോൾ ആടുജീവിതത്തിലെ നായകനായിരുന്നു പൃഥ്വിരാജ്, അതും ഒരു 100 കോടി കവിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒറ്റയടിക്ക് ഒരു നടൻ നായകനായും സംവിധായകനായും ചെയ്ത സിനിമകൾ 100 കോടി കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു ശുഭവാർത്തയല്ലേ. അത് എത്ര പ്രഗത്ഭ നടനായാലും മമ്മൂട്ടിക്കായാലും ശരി, മോഹൻലാലിനായാലും മറ്റുള്ളവർ കടന്നിട്ടുണ്ടോ? മലയാള സിനിമ മാത്രമല്ല, നമ്മൾ തമിഴ് സിനിമ എടുക്കുക, മറ്റു പല ഭാഷാ സിനിമകൾ എടുത്താലും ഇങ്ങനെ ഒരു റെക്കോർഡ് തകർക്കാൻ, ഈ പൃഥ്വിരാജിൻ്റെ റെക്കോർഡ് തകർക്കാൻ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ അത് ആ വേല മനസ്സിൽ വയ്ക്കും. മോനെ, നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ വരാൻ പോകാനുണ്ടേ, ലാലേട്ടൻ ഇതിൽ ഈ 100 കോടി കവിഞ്ഞതിൽ ലൂസിഫറിൽ ലാലേട്ടനായിരുന്നല്ലോ നായകൻ. അപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ലാലേട്ടനുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ലാലേട്ടൻ്റെ ഒരു സിനിമയുണ്ട് ബറാസ് എന്ന് പറഞ്ഞിട്ട്, അത് മിനിമം ഗ്യാരണ്ടിയുള്ള 100 അല്ല 150 കോടി കടക്കാവുന്നൊരു സിനിമയാണ്. അങ്ങനെ വരുമ്പോഴെന്താ പൃഥ്വിരാജ് അതിനെ വെട്ടില്ലേ ലാലേട്ടൻ? അപ്പോൾ അത് അവർ സമാസമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര റെക്കോർഡായിരിക്കും. ഇനി സമാസം ആയാൽ പിന്നെ ആ റെക്കോർഡിനൊപ്പം എത്തിയെന്ന് പറയാം. അപ്പോൾ പൃഥ്വിരാജിൻ്റെ വേറെ ആൾക്കാർ പറഞ്ഞില്ല, അങ്ങനെ ആയിക്കോട്ടെ, തൊട്ടടുത്ത് വേറെ ഒരുത്തവൻ്റെ എമ്പുരാൻ, ആ എമ്പുരാൻ ലൂസിഫറിനേക്കാൾ ഗംഭീരമായിരിക്കും. അതിപ്പോൾ തന്നെ അതിൻ്റെ കണക്കുകൾ വന്നിട്ടില്ല. ബുക്കിങ്ങും കാണാനുള്ള ആഗ്രഹം വെച്ചുമ്പോൾ 100 കോടി ഏറ്റവും വേഗത്തിലായിരിക്കും. അപ്പോഴും മുൻപന്തിയിലായിരിക്കും പൃഥ്വിരാജായിരിക്കില്ലേ. ഇങ്ങനെ ഒരു മത്സരം, സിനിമയെക്കുറിച്ച് മത്സരം നടക്കുന്നുണ്ട് നിലയ്ക്കണം. അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം തന്നെ ആയിരിക്കണം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ മാർച്ച് മാസം ശരിക്കും മലയാള സിനിമയുടെ പുണ്യമെന്ന് പറയാമല്ലേ. 3 സിനിമകളാണ് 100 കോടി കവിഞ്ഞിരിക്കുന്നത്. അതിലൊരു സിനിമ 200 കോടി കഴിഞ്ഞു, മറ്റൊരു സിനിമ 200 കോടിയോട് അടുപ്പിച്ചിരിക്കുന്നു, വേറൊരു സിനിമ 150 കോടിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഈ മാർച്ച് മാസം സംഭവിച്ചിരിക്കും എന്നുള്ളത് സന്തോഷകരമായ വാർത്തയാണ്. ആ സന്തോഷകരമായ വാർത്തകൾക്കിടയിലാണ് ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന പല പടങ്ങളും വരാനിരിക്കുന്നത്. മലയാളത്തിന് അഭിമാനിക്കാവുന്ന മാസങ്ങളാവട്ടെ വർഷങ്ങളാവട്ടെ ഇനിയുള്ളത് എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.